ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് റിയ ബ്ലാക്ക് റോക്ക് എന്ന പെർഫ്യൂമാണ്. സോ ഇതൊരു 100 ml പെർഫ്യൂം ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ 100 ml ഇത്രയും സെറ്റപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 213 റുപ്പീസ് മാത്രമാണ്. ജസ്റ്റ് 213. സോ അത്രയും ചെറിയ പ്രൈസിന് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത് ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയറിന്റെ ഉള്ളിൽ വന്ന പെർഫ്യൂമാണ്. കുറച്ച് നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ റിവ്യൂസ് ഇതിൽ കാണുന്നുണ്ട്. സോ എന്തായാലും പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഇത് വന്നിട്ടുള്ള ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കവറ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ഞാനവിടെ വെച്ചു. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ബോക്സ്. സോ ഓപ്പൺ ചെയ്താൽ ഉള്ളിലിതാ ഇങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ ഒരു താങ്ക് യു കാർഡ് ഉണ്ട്. റിയൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചതിന് താങ്ക് യു. വേറൊരു ചെറിയ താങ്ക് യു കാർഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ബട്ടർ പേപ്പർ പോലത്തെ ഇതിൽ റിയ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്. സോ ഇതൊരു നല്ല തിക്കായിട്ടുള്ള ഒരു ബോർഡാണ്. ഇവിടെ ഒരു ഫോമാണിത്, അതിനുള്ളിലാണ് ഈ പെർഫ്യൂമിനെ വെച്ചിട്ടുള്ളത്. സോ ഇത്രയും അടിപൊളിയാക്കിയിട്ട് പിന്നെ അവരൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ഒരു ബോക്സും ഇത്രയും നല്ലൊരു ബോട്ടിലും ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ ജ്യൂസും കൊറിയർ ചാർജും എല്ലാം അടക്കം 213 റുപ്പീസിന് ഫ്രീ ഡെലിവറി മിന്ത്രന്ന്. ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത് എന്താ പറയുക, ഇതും അതിൻ്റെ ഒരു ക്യാഷ് കിട്ടിപ്പോരുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എത്രയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. സോ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ ഒരു ഡിസൈനിലായിട്ട്. സോ ഇതായിരിക്കാം മേ ബി ബ്ലാക്ക് റോക്ക് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് പ്രൊഡക്റ്റ്. ഇവിടെ ബ്ലാക്ക് റോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്. 100 ml ആണ്. ഇത്രയുണ്ട്. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്, ഇവിടെ അതൊരു കോളർ കൊടുത്തിട്ടില്ല അറ്റമൈസറിന്. വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. അറ്റമൈസർ ക്വാളിറ്റി നല്ലതാണ്. ഇത് ഫ്രാഗ്രൻസ് ആക്ച്വലി ഇത് പല ആൾക്കാരും വീഡിയോ ചെയ്ത് പോയി അവരവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞു പോയ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാം. അപ്പോൾ ഇത് മിക്ക ആൾക്കാരും പറഞ്ഞത് ഇത് ഡിലൻ ബ്ലൂവിൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഇത് നമ്മുടെ അജ്മൽ ബ്ലൂവിൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞു. ചിലർ ഹുഗോ ബോസിൻ്റെ ഏതോ ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡിലൻ ബ്ലൂവിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അത് കറക്റ്റാണ്. ഓപ്പണിങ്ങിൽ നമുക്ക് ആ ഒരു ഡിലൻ ബ്ലൂ പെർഫ്യൂമിന് ചെറുതായിട്ട് എവിടേക്കോ നമ്മുടെ ആ ഒരു മോൺ ബ്ലോങ്ക് ലെജൻഡ് ബ്ലൂ ഡി ഷനേൽ ഇതിൻ്റെയൊക്കെ ഡിലൻ ബ്ലൂ ആക്ച്വലി ഒരു മിക്സ് ആണല്ലോ പല പെർഫ്യൂമുകളുടെയും, അങ്ങനെയുള്ള നമുക്ക് തോന്നാറുള്ളത്. സോ ആ ഒരു വൈബ്. ചിലർ പറയും മോൺ ബ്ലോങ്ക് ലെജൻഡ് അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് എന്നുള്ള. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിലൻ ബ്ലൂ എന്ന് വരുന്ന ആ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ആ ഒരു സ്പൈസി ഫ്രഷ്നെസ്സും പിന്നെ അരോമാറ്റിക്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്കത് കൂടുതലായിട്ട് തോന്നിയത് ഇതൊരു ഇത്തിരി ഡ്രൈ ആവുമ്പോൾ പിന്നെ അത് ഡിലൻ ബ്ലൂ വിട്ടിട്ട് എനിക്കത് സിൽവർ സെന്റ്, നമ്മുടെ ജാക്ക് ബോഗാർട്ട് സിൽവർ സെന്റ് പെർഫ്യൂമിന്റെ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകുന്നതായിട്ട് ആ ഒരു സോപ്പി മസ്കുലിൻ ഫ്രാഗ്രൻസിലേക്ക് ഈ ഒരു സാധനം പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് ഉള്ള ഏതെങ്കിലും വേറെ പെർഫ്യൂം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. സോ എന്തായാലും അങ്ങനെ ഒരു മിക്സർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം എന്ന് തോന്നിയത്. അതിന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഫ്രഷ്നെസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോൺ ബ്ലോങ്ക് ലെജൻഡ് എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടച്ച്, ഒരു നല്ലൊരു ഒരു മസ്കുലിൻ ഫ്രഷ്നെസ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോൾ ഒരു സ്പൈസി അരോമാറ്റിക് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആണ് വരുന്നത്. അത് നമ്മുടെ പിന്നെ ഡിലൻ ബ്ലൂ എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു സോപ്പി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സിൽവർ സെന്റിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. പിന്നെ ഒരു ആംബർ ആൻഡ് വെറ്റിവർ ഒക്കെ ആയിട്ടുള്ള ഒരു ട്രൈഡോണിൽ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മസ്കുലിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാൻലി ഓഫീസ് പെർഫ്യൂമാണ്. അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. പ്രൊജക്ഷൻ ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് പൊതുവെ പെർഫ്യൂംസ് പ്രൊജക്റ്റ് ചെയ്യൂല. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 1 hour വരെ പ്രൊജക്റ്റ് ചെയ്തതായിട്ടാണ്. ഞാൻ നല്ല മഴയുള്ള സമയത്താണ് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയതും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതൊക്കെ. നമ്മൾ
വെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമേ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ പുറത്തോട്ടൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ജസ്റ്റ് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലും പിന്നെ ഓഫീസിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളിലാണ് ഇത് യൂസ് ചെയ്ത് പോയിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻഡോർ ആയിട്ടുള്ള ഒരു യൂസേജിൽ ഒരു 1 hour വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു 12 o'clock അപ്ലൈ ചെയ്തിട്ട് എനിക്കിത് 7 o'clock വരെ എൻ്റെ ഡ്രസ്സിൽ സ്മെല്ലുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ ശേഷം ആ ഷർട്ടിൽ പോയിട്ട് വേറെ പെർഫ്യൂം അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോയി. അപ്പോൾ ലോഞ്ചിവിറ്റി നല്ല രീതിയിലുണ്ട്. പക്ഷെ അതൊരു സ്കിൻ സെന്റ് ആയിട്ട് അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ലോഞ്ചിവിറ്റി തോന്നിയത്. അതല്ലാതെ ഒരു ഭയങ്കര ഒരു അടുത്തോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ സ്പ്രേ അടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫീല് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ അതും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഒരു ഇൻഡോർ യൂസിലാണ്. പുറത്തോട്ടൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു 4 to 5 hours വരെ നിൽക്കാനുള്ളൊരു ചാൻസേ കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും ജസ്റ്റ് 213 രൂപ, ഇത്രയും നല്ലൊരു ബോട്ടിൽ, നല്ലൊരു ബോക്സ്, പിന്നെ നല്ല ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിനുള്ളിൽ വേറെ ഒരു നെഗറ്റീവ് കാണേണ്ട കാര്യമില്ല. സോ ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. മിന്ത്രയിൽ ഇതിന് 100 ml 213 ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു പെർഫ്യൂം ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട് നവീൻ ടോണിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ലിങ്കും വീഡിയോൻ്റെ ഇതൊക്കെ അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിലൊരാൾ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് അജ്മൽ ബ്ലൂ പോലത്തെ ഫ്രാഗ്രൻസ് ആണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. പക്ഷേ സാധനം കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അജ്മൽ ബ്ലൂവിൻ്റെ സ്മെല്ലല്ല, ഇതിങ്ങനെ അങ്ങനെയുള്ള സ്മെല്ലാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസിന് നല്ലൊരു മാൻലി മസ്കുലിൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നതാണ്. റിയൻ്റെ മുമ്പ് നമ്മൾ വേറെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, റിയ ബോൺ റിച്ച്. അതാണ് ആക്ച്വലി റിയൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂം. ഇവർക്ക് ഓഫ്ലൈനിലും നല്ല എന്താ പറയുക ഒരു ഹോൾഡുള്ള ഒരു കമ്പനിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി എന്താ പറയുക, ഇത് വല്ല ക്ലിയറൻസ് സെയിൽ ഇട്ടതാണോന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ പോയി വന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രൈസിനൊക്കെ കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.